ഈ മീറ്റിംഗിന് അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ സി ഏലിയാസ് അവറുകൾ, ഇവിടെ മിനുവിനെ പരിചയപ്പെടുത്തിയ പാസ്റ്റർ ചാക്കോ ദേവസി അവറുകൾ, അവർ തന്നെ ദൈവനെ സംസാരിച്ച പാസ്റ്റർ റോയ് ചെറിയാൻ, പാസ്റ്റർ രാജൻ ചാക്കോ, പാസ്റ്റർ കെ എബ്രഹാം, പാസ്റ്റർ തോമസ് ചാക്കോ, പാസ്റ്റർ തോമസ് ഫിലിപ്പ്, പാസ്റ്റർ റോയ് ചാക്കോ, പാസ്റ്റർ ജോസഫ് എബ്രഹാം, പാസ്റ്റർ എജി ചാക്കോ എന്നീ യുവദാസന്മാർക്കും ആയതുപോലെ തന്നെ എൻ്റെ ഒരു പഴയ സ്നേഹിതൻ്റെ മക്കളാണെന്ന് ഇവിടെ ഗാനങ്ങൾ ആരംഭിക്കുന്നത് പാസ്റ്റർ ജെ ആൻ്റണിയുടെ മക്കളാണ്. വാത്സല്യ ടീമിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇന്ന് ഈ വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട്. വിലപ്പെട്ട വചനം ദേവദാസന്മാരിൽ നിന്ന് നമുക്ക് കേൾപ്പാനായിട്ടുള്ള അവസരം ലഭിച്ചു. വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും മക്കളെ പോറ്റി വളർത്തേണ്ട അവസ്ഥയെക്കുറിച്ചും ഭാര്യാഭർത്താക്കന്മാർ കടപ്പാടുകൾ, തകർന്ന കുടുംബങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ, എങ്ങനെയാണ് കുടുംബങ്ങൾ വർദ്ധിച്ചു വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഏദൻ പൂങ്കാവനത്തിൽ ആദാമിൻ്റെ വിവാഹത്തോടെ ആരംഭിക്കുന്ന കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, കല്യാണത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ കാന്തിയായ യേശുക്രിസ്തുവിൻ്റെ വിവാഹം ആലങ്കാരികമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇതിനിടയ്ക്ക് വളരെയേറെ കാര്യാദികൾ പറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിവാഹത്തിൻ്റെ വസ്തുത മലാഖി പ്രവാചകന്റെ പുസ്തകം നാം വായിച്ചു വരുമ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ തകർന്ന കുടുംബജീവിതങ്ങൾ, ഭാര്യമാരെ ഉപേക്ഷിക്കുകയും അന്നത്തെ പുരുഷന്മാർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള ഭാര്യമാരെ സ്വീകരിക്കുകയും അങ്ങനെ കുടുംബജീവിതം തകർന്ന് ആരാധന നഷ്ടപ്പെട്ട് ആത്മീയ അന്തരീക്ഷങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ കൂടെ വെറും ചടങ്ങ് ആരാധനക്കാരായി മാറിയപ്പോൾ വിവാഹം ഉപേക്ഷണം ഞാൻ വെറുക്കുന്നു എന്ന് യഹോവയായ ദൈവം പറയുക, നിങ്ങളുടെ ആരാധന എനിക്ക് സ്വീകാര്യമല്ല എന്ന് മലാഖി പ്രവാചകൻ മുഖാന്തരം അന്നത്തെ യഹൂദിനോട് അല്ലെങ്കിൽ ഇസ്രായേലിനോട് സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം നാം വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാതാവായിരിക്കുന്ന വിശുദ്ധ മറിയാം ജോസഫിൻ്റെ വിവാഹത്തോടെ ആരംഭിച്ച് തുടർന്ന് പുതിയ നിയമം വളരെ വ്യക്തമായിട്ടുള്ള ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഉപദേശങ്ങൾ കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഇന്ന് ആയിരിക്കുന്ന മണവാളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 40 വർഷമായിട്ട് ആ കുടുംബവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എനിക്കുണ്ട്. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ പല ഭവനങ്ങൾ സന്ദർശിക്കുന്ന ആ കൂട്ടത്തിൽ പ്രിയപ്പെട്ട വീണാലി ഭവനങ്ങളെ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു. അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും അവരുടെ അനേക പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ആ കുടുംബങ്ങളിൽപ്പെട്ട പലരും നല്ല സുവിശേഷരായിട്ട് ഇന്ന് ഈ വേദിയിലൂടെ ഉണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. പല പാസ്റ്റർമാരിന്ന് ചിലപ്പോൾ പാസ്റ്റർമാരല്ലെങ്കിലും സുവിശേഷത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന വീണാലി ഭവനങ്ങളുള്ള കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ട കുര്യാക്കോസ് പാസ്റ്റർ വളരെ വർഷങ്ങളായിട്ട് ശാലോം ചർച്ചിലെ നല്ല ശുശ്രൂഷകനായിട്ട് വിവിധമായ സഭകളിൽ ശുശ്രൂഷിക്കുകയും തനിക്ക് ദാനമായി കൊടുത്ത മക്കളെ ദൈവഭയത്തിലും ദൈവകൃപയിലും വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കുര്യാക്കോസിൻ്റെ കല്യാണം ആലോചിച്ചത്, പാസ്റ്റർ കുര്യാക്കോസിൻ്റെ കല്യാണം ആലോചിച്ചതും അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടിരുന്നതും ഞാനാണ്. അമ്മായിപ്പം പറയുന്നത് ചിരിക്കുന്നുണ്ട്. അമ്മായിപ്പം ചിരിച്ചതിൻ്റെ കാര്യം ഇത്രയും നല്ലൊരു മരുവനെ പാസ് കണ്ടെത്തി തന്നല്ലോ എന്നോർത്താണ് അമ്മായിപ്പം ചിരിക്കുന്നത്. അവരുടെ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. അതിൽ മൂത്ത മകനാണ് പ്രിയപ്പെട്ട ടൈറ്റസ്. ടൈറ്റസ് തൻ്റെ ഭൗതികമായ പഠനത്തോടൊപ്പത്തിലാണ് സിംഗപ്പൂരിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് പഠനം കഴിഞ്ഞ ശേഷം ഇപ്പോൾ താൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ താനൊരു സുശേഷ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരെല്ലാം കൂടി ഒരു ടീമുണ്ടാക്കി കർത്താവിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? ശരിയാണ്. ഒരു സുവിശേഷകൻ നല്ല സുവിശേഷനായി തീരുന്നത് ഭാര്യ മുഖാന്തരമായിട്ടാണ്. ഒരു നല്ല സുവിശേഷകൻ തല്ലിപ്പൊളിയായിത്തീരുന്നതും ഭാര്യ മുഖാന്തരമായിരിക്കും. കാരണം വെച്ചാൽ തക്കതായ തുണയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ തക്കതായ തുണ ശരിയായില്ലെങ്കിൽ സംഗതി അവിടെ കുഴപ്പമുണ്ട്.
എന്നാൽ ഇന്ന് പ്രിയപ്പെട്ട മീനുവിനെ തക്കതായ തുണയായിട്ട് ടൈറ്റസ് ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് വളരെ വ്യക്തമായിട്ട് അറിയാം. സുവിശേഷ താല്പര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മീനുവിന് നന്നായിട്ട് അറിയാം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരും പിതാവിൻ്റെ പുത്രൻ്റെ വിശുദ്ധനാമത്തിൽ സ്ഥാനമേറ്റവരും അവർ കൂടുന്ന സഭകളിൽ നിരന്തരമായി കർത്തൃമേശ എടുക്കുന്നവരും മാതൃകപരമായിരിക്കുന്ന ക്രിസ്തുവിധം പുലർത്തുന്ന ഈ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ എനിക്ക് ഷാനു ചർച്ചനെ വളരെ അഭിമാനമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഒരു പഴയ ഉപദേശം എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാനിവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനമായിട്ട് ഞാൻ മാത്രവും ഈ പിള്ളേർ രണ്ടും ശേഷിക്കും, നിങ്ങളൊക്കെ ഉണ്ണാൻ പോകുന്നുള്ള കാര്യം വളരെ വ്യക്തമായതുകൊണ്ട് അത്ര ദീർഘമായ ഒരു പ്രഭാഷണമൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ 12:30 ഈ വിവാഹ ശുശ്രൂഷ നടത്തി 12:31 ഭക്ഷണം കൊടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് അകമായിട്ട് തന്നെ നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പ്രസംഗിക്കാതെ ഞാൻ വചനം വായിച്ച് കേൾപ്പിക്കാം. തുടർന്ന് യുവാസ്മാർ പിന്നീട് വായിക്കുന്നതായിരിക്കും. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഞാൻ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കാവുന്നതാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലാണ്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. എന്താ മോളെ ഞാൻ പറഞ്ഞത്? എന്താ 1 പത്രോസ് 3:1? അവിടെ ആദ്യമായിട്ട് പത്രോസ്ലീഹ പറയുന്നത്, പത്രോസ്ലീഹ ഒരു വലിയ അപ്പോസ്തലനായിരുന്നു. കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കുന്നതനുസരിച്ച് 1-ാമത്തെ പോപ്പ് എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹം കല്യാണം കഴിച്ച ആളായിരുന്നു. കുടുംബജീവിതത്തിൽ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനായിരുന്നു പത്രോസ്ലീഹ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എക്സ്പീരിയൻസിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. എന്താണ്? കീഴടങ്ങിയിരിക്കുക. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഭാര്യ എങ്ങനെ ഇടപെടണമെന്നാണ് ഇവിടെ പറയുന്നത്. മോൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി, പുസ്തകത്തിൽ ഇപ്പോൾ നോക്കണ്ട. പുസ്തകത്തിൽ നോക്കിയാൽ രണ്ടും കൂടെ മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, ഭാര്യമാരുടെ ഭയത്തോടുകൂടിയ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്. ഇവിടെ മീനുവിന് മാത്രമല്ല ഈ പ്രസംഗം വിടിയിരിക്കുന്ന എല്ലാ ഭാര്യമാർക്കുമാണ്. ഭർത്താവിനെ ഭയപ്പെട്ട് നിർമ്മലമായി നടക്കണമെന്ന് ക്രിസ്ത്യ വനിതകളോട് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് പിടിയിട്ടോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളൂടെ ഉണ്ട്, അവരും ഈ കാര്യം കേട്ടോണം. നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് പോകരുത്. ഞങ്ങൾ തിരുവല്ലായിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആശാട്ടി അമ്മച്ചി എന്ന് പറയുന്നൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി വിവാഹം കഴിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ ഞങ്ങൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്താ വിവാഹം കഴിപ്പിക്കാത്തത്, എന്താ കല്യാണം കഴിക്കാൻ? ഞാൻ അമ്മച്ചി ഇവിടെ പറഞ്ഞ് മക്കളെ അതൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അവസാനം അമ്മച്ചി താമസിക്കുന്ന അടുത്തുള്ള കെട്ടിടത്തിൽ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരെല്ലാം കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ മക്കളെ, ഞാൻ വേദവസ്തു നന്നായി പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്നും കീഴ്പ്പെടണമെന്നും ബഹുമാനിക്കണമെന്നും ഭയപ്പെടണമെന്നും മനസ്സിലായി. എനിക്കതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് ചോദിച്ചു. ആ അമ്മച്ചിക്കായി ദൈവത്തിന് സ്തോത്രിച്ചിരുന്ന ഒരാളിനെ ഒരു പുരുഷനെ ചുറ്റിച്ചില്ലല്ലോ, അത് ഓർത്ത് ദൈവത്തിന് വളരെ നന്ദിയുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചുറ്റിക്കുന്നവരാരും വന്നിട്ടില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൻ്റെ വ്യവസ്ഥ പ്രകാരം ഒരു ക്രൈസ്തവ വിവാഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഭർത്താവിനെ അനുസരിക്കുകയും കീഴ്പ്പെടുകയും ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യാൻ സമ്മതമില്ലെങ്കിൽ ഒരു പുരുഷന് നിങ്ങൾ കൈ കൊടുക്കാൻ പാടുള്ളതല്ല. ഒരാഴ്ച കഴിഞ്ഞ് വഴക്കുണ്ടാക്കി പിരിയാനുള്ളതല്ല കുടുംബജീവിതം. അത് വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കണം. ക്രിസ്തീയ കുടുംബം ദൈവം ഉപേക്ഷണം വെറുക്കുന്നു, ഡവോഴ്സ് ദൈവം വെറുക്കുന്നു. ഭാര്യയും ഭർത്താവ് ഉപേക്ഷണം ദൈവം വെറുക്കുന്നു. ആയതുകൊണ്ട് വളരെ ഗൗരവമേറിയ കാര്യമാണ് കുടുംബജീവിതം എന്നുള്ളത്, വിവാഹം എന്നുള്ളത്. വളരെ മനസ്സിലായല്ലോ. ഒന്ന്, കീഴ്പ്പെടണം, ഭർത്താവിന് കീഴ്പ്പെടണം. ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭർത്താവ് കണ്ടറിയണം. ഭാര്യയുടെ നടപ്പിനെ സംബന്ധിച്ചിടത്തോളം
ഭർത്താവ് കണ്ടറിയണം. ഇവരുടെ ജീവിത രീതിയെക്കുറിച്ച് ഭർത്താവ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഒളിച്ചു കളിക്കുന്ന ജീവിത രീതി ഭാര്യയ്ക്കുണ്ടാകാൻ പാടില്ല. അവിടെ ഫോൺ പരിശോധിച്ചാൽ ആ ഫോണിൻ്റെ അകത്ത് ഭർത്താവിന് കാണാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാര്യയ്ക്ക് കാണാവുന്ന കാര്യങ്ങളെ ഫോണിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തും നിങ്ങളുടെ കമ്പ്യൂട്ടറൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ആ കാര്യം അപ്പുറത്തെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. നിർമ്മലമായ നടപ്പ് കണ്ടറിയണമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഭാര്യമാരുടെ നടപ്പിനാൽ ഭർത്താവ് സഭായത്തിന് വരുമെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഏത് സഭായത്തിന് വരാത്ത ഭർത്താവും സുവിശേഷം വരിക്കാത്ത ഭർത്താവും ദൈവത്തെ സേവിക്കാത്ത ഭർത്താവും ഭാര്യമാരുടെ നിർമ്മലമായ നടപ്പ് കാണുമ്പോൾ തന്നെ വലിയ സുവിശേഷമൊന്നും ഭാര്യ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, വലിയ ഉപദേശമൊന്നും ഭർത്താവിനോട് പറയേണ്ട. അവരുടെ ജീവിത രീതി കാണുമ്പോൾ, ബൈബിളിൻ്റെ വസ്തുപ്രകാരമുള്ള ജീവിത രീതി കാണുമ്പോൾ ഭർത്താവിന് മനസ്സിലാകും ഇവളോട് ചേർന്ന് ജീവിക്കുന്നതാണ് നല്ലതെന്നുള്ള കാര്യം. അവന് മാനസാന്തരം ഉണ്ടാകും, സുബോധം ഉണ്ടാകും. സുബോധമില്ലാത്ത ഭർത്താക്കന്മാർക്ക് സുബോധം ഉണ്ടാകുന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്ന പുറമേയുള്ളതല്ല. എങ്ങനെ അലങ്കരിക്കണമെന്ന് താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നു. എങ്ങനെയാണ് മോൾ അലങ്കരിക്കുന്നത്? ഇന്ന് വളരെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചോട് വന്നിട്ടുണ്ട്. അപ്പോൾ മൂടുപടം ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ പാസ്റ്റർ വിളിച്ച് പറഞ്ഞു മൂടുപടം ഇടണം, എങ്കിലേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ മൂടുപടം കിട്ടി. കാരണം പെന്തക്കോസ്ത് ക്രിസ്ത്യ വിഭാഗത്തെ സംബന്ധിച്ചോളം ചിലപ്പോൾ പരിചയക്കുറവുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവൾ ആ കാര്യം മനസ്സിലാക്കി ഒന്നതിനെ ക്രമീകരിച്ചു, അപ്പോൾ തന്നെ ക്രമീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി ടൈറ്റിസിന് ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണെയാണ് കിട്ടിയിരിക്കുന്ന കാര്യം മനസ്സിലായി. സ്തോത്രം. വെരി ഗുഡ്, വളരെ നന്നായിട്ടുണ്ട്. എന്നുവെച്ചാൽ മക്കൾക്കറിയാം, രാവിലെ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കൊണ്ടിരുന്ന് പാടുന്ന പാട് ഉഷകാലം നാം എഴുന്നേൽക്കുക. ഉഷകാലം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിയല്ല കേട്ടോ. ഉഷകാലം എന്ന് പറഞ്ഞാൽ ഉഷകാലം തന്നെയായിരിക്കണം. ചില വീട്ടിലെ രാവിലെ പ്രാർത്ഥനയൊന്നുമില്ല. പിന്നെ അവർക്ക് ഉഷകാലം രാവിലെ 8 മണിയും 7 മണിയും ഒക്കെ കഴിഞ്ഞാണ് ഉഷകാലം. അങ്ങനെയല്ല, നന്നാ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലണം, പ്രാർത്ഥിക്കണം, ദൈവവചനം വായിക്കണം. ആരാധന എന്നുള്ളത് സഭാകോളിലല്ല, ആരാധന എന്നുള്ളത് കുടുംബത്തിലാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരാധന ഇല്ലാത്തവൻ സഭാകോളിൽ പോയി കുറേ പ്രകടനം നടത്തിക്കൊണ്ട് ദൈവം ആരാധന പ്രസാദിക്കുന്ന ദൈവമല്ല. അന്യഭാഷയിൽ ആരാധിക്കേണ്ടത് കുടുംബത്തിലാണ്. ഭാര്യയും ഭർത്താവും മക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് പാടി ആരാധിക്കുമ്പോൾ അവിടെയാണ് സ്വർഗീയ തേജസ് ഇറങ്ങുന്നത്, അവിടെയാണ് ആരാധന, അവിടെയാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാവിലെയുമായിട്ടും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതും അത് കുടുംബസ്ഥനാണ്. കുടുംബസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. പ്രിയപ്പെട്ട ടൈറ്റിസ് അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രാർത്ഥന. അതുപോലെ തന്നെ മറ്റൊന്ന് വിവേകമുണ്ടായിരിക്കണം. ഭാര്യയുടെ അടുക്കൽ വിവേകമുണ്ടായിരിക്കണം. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ ഈ പ്രോസസ്സിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു ഭാര്യയെ മനസ്സിലാക്കി വിവേകത്തോടെ ഇടപെടുവാനായിട്ടുള്ള വിവേകത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കുടുംബത്തിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം, പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ ഭക്ഷണകാര്യത്തെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ലൈംഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും വിവേകത്തോടു കൂടി ഇടപെടാനായിട്ട് ഭർത്താവ് പഠിച്ചിരിക്കണം. അത് പറഞ്ഞാൽ ആ ഭാഗം വിടട്ടെ. അടുത്തായിട്ട് ഭാര്യയുടെ കൂടെ വസിക്കണം. കല്യാണം കഴിഞ്ഞ് ഒരാൾ അമേരിക്കയ്ക്ക് ഒരാൾക്ക് പേർഷ്യയ്ക്കും പോകാനായിട്ട് ബൈബിൾ അനുവദിക്കുന്നില്ല. ഒരുമിച്ച് ജീവിക്കാനായിട്ടാണ് തക്ക തുണയെ നൽകി തരുന്നത്. ഇന്ന് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, മക്കളുടെ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരുമിച്ച് വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരുമിച്ച് വസിക്കാനാണ് ദൈവം കുടുംബത്തെ ആക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പത്രോസ്ലിഹ പറയുന്നത്, കൂടെ വസിക്കണം, ഭാര്യയുടെ കൂടെ വസിക്കണം. അതിൽ ഇവർ വിവാഹം കഴിഞ്ഞ ശേഷമായിട്ട് ജോലിപത്തിൽ സിംഗപ്പൂരിൽ പോവുകയാണ്, ഒരുമിച്ച് അവർ ജീവിക്കാനായിട്ട് പോവുകയാണ്. വളരെ നല്ല കാര്യമാണ്. എന്നാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രതരായതുകൊണ്ട് ഇന്ന് പെന്തക്കോസ്തുകാർക്ക് പോലും പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർ നോക്കുന്നത് പണമാണ്. ചെറുക്കൻ അമേരിക്കയിലാണോ പേർഷ്യയിലാണോ, എനിക്ക് വിരോധമൊന്നുമില്ല, ഐക്യു നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ കുടുംബത്തിൽ ഒരുമിച്ച് ഭാര്യയും ഭർത്താക്കന്മാരും വസിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങൾ തകരും എന്നുള്ള സംശയമില്ല. ചില കല്യാണങ്ങൾക്കൊക്കെ എന്നോട് പാസ്റ്റർ ഒന്ന് ആലോചിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ചില മാതാക്കന്മാർ പറയാറുണ്ട്, ഫാമിലി സ്റ്റാറ്റസ് ഉള്ളതായ ചെറുപ്പക്കാരനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നവരെ ഒന്ന് ആലോചിച്ചാൽ മതി, അല്ലാത്തവൻ്റെ കല്യാണം ഇവിടെ വേണ്ട എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ വിവാഹം കഴിച്ചാൽ എൻ്റെ മകൻ ഭാര്യയുടെ കൂടെ ഒരുമിച്ച് വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാക്കന്മാർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരുമിച്ച് വസിക്കണമെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ഒരുമിച്ച് വസിക്കണം. അതിനെക്കുറിച്ച്
1 കൊരിന്ത്യർ 7-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിശദീകരണം അതിൻ്റെ അത് പറയുന്നുണ്ട്. ഉള്ള കുഴപ്പങ്ങൾ എന്താണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള പറയുന്നത് ഞാൻ വിവരിക്കുന്നില്ല. അടുത്തായിട്ട് അവളെ ബഹുമാനിക്കണം. തീർച്ചയായിട്ടും മീനു ടൈറ്റസിനെ ബഹുമാനിക്കുന്ന കാര്യം ഉള്ളപ്പോൾ തന്നെ മീനുവിനെ ടൈറ്റസ് എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. കൊച്ചാക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? നിങ്ങൾ ചിലപ്പോൾ ചില കുഴപ്പങ്ങളിലേക്ക് ചാടാൻ സാധ്യതയുണ്ട്. അതിലേക്കൊന്നും പോകാതെ സൂക്ഷിക്കേണ്ടത് മീനുവിനെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ട്. അതും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയം പോയല്ലോ. ഇവിടെ ഇത് ഒരു നിഴലായിട്ടാണ് ഈ കാര്യം നിൽക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹായെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറഞ്ഞാണ് പൗലോസ് അവസാനിപ്പിക്കുന്നത്. എന്താണ് ക്രിസ്തു സഭയായിട്ടുള്ള ഇതിൻ്റെ അകത്ത് ബന്ധം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന ശേഷമാണ് വെളിപ്പാട് പുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു വിവാഹത്തെ സംബന്ധിച്ചുള്ള ആലങ്കാരികമായി പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പൗലോസ്ലീഹായെക്കുറിച്ച് പറയുന്നത് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു എന്ന ഏകപുരുഷൻ ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് ശനിയാഴ്ചയാണ് നടന്നത്. പാമ്പാക്കുടെ വെച്ചാണ് വിവാഹം നടന്നത്. ഇന്ന് അവർ രണ്ടുപേരുടെ വിവാഹം ഒടിച്ച് നടക്കുകയാണ്. വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരുടെയാണ് വിവാഹം നടക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു യുഗത്തിലേക്ക് കടന്നു വന്നു. യേശു ക്രിസ്തുവിടെ വന്നത് കുറേ ലക്ഷം വീട് ഉണ്ടാക്കി കൊടുക്കുവാനും കുറച്ച് കഞ്ഞി കൊടുക്കാനും കുറച്ച് രോഗികളെ സൗഖ്യമാക്കാനും മാത്രമല്ല. അതല്ല പ്രധാനപ്പെട്ട യേശുവിൻ്റെ പരിപാടി. യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശങ്ങളിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കണം. ഇതിന് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിനെ കയറി അവരുടെ അടുപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഗസ്മന തോട്ടം മുതൽ കാലു ക്രൂശോടും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കഷ്ട സഹിച്ച മശിയ ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഏലി ഏലി ലമ്മ ശബ്ദാനി എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർന്നേറ്റ് പിതാവിനൊരു ഭാഗം മധ്യസ്ഥനിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ കാന്തിയാകുന്ന തന്നോട് ഉഭയസമ്മതി ചെയ്തതായ പാപത്തോട് യാത്ര പറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതായ രക്ഷിക്കപ്പെട്ടതായ തൻ്റെ മക്കളെ ചേർക്കാൻ യേശു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ നിഴലാണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം. ആ യേശുവിന് വേണ്ടി ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം പറ്റുവാനായിട്ട് ശിരസ് മുഖ്യധാരിയായി പൊഴിയാർ പോലെ കീറപ്പെട്ടവനായി മുഖത്ത് തുപ്പിൽ വെക്കപ്പെട്ടവനായി കന്നത്തടി കൊണ്ടവനായി നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനോട് ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനിച്ചു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1, ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് പ്രാർത്ഥന ആരംഭിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 2ാമതായിട്ട് എല്ലാ ആഴ്ചയിലും നിങ്ങളായിരിക്കുന്ന സഭയിൽ നേരത്തെ തന്നെ ആരാധനയ്ക്ക് നിങ്ങൾ പോയിരിക്കണം. ഒരു താമസവും വരുത്താൻ പാടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നന്മയിലും ഓഹരി നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ നിങ്ങൾ കൊടുത്തിരിക്കണം. അതിഥികളെ നിങ്ങൾ ധാരാളം സഹകരിച്ചിരിക്കണം. പാവപ്പെട്ടതായ, ക്ഷീണമുള്ളതായ, വിശക്കുന്നവരായ, ദുഃഖിതരായിരിക്കുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായ ആൾക്കാരെ സഹായിപ്പാൻ കൂടിയാണ് നിങ്ങൾക്ക് സാമ്പത്തികം തന്നിരിക്കുന്ന ആൾക്കാർ ഓർക്കുന്ന 4 കാര്യങ്ങൾ ഓർക്കണം. അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം തമ്പുരാൻ നിങ്ങളെയും അത് കുടുംബമായിട്ട് അനുഗ്രഹിക്കും. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ധാരണ നടക്കുക. ഇപ്പോൾ ദേവദാസന്മാരോട് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ടൈറ്റസിൻ്റെയും മീനുവിൻ്റെയും വിവാഹത്തോട് ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കൂടുവാൻ കർത്താവ് കൃപ ചെയ്തു. ശുശ്രൂഷകളെല്ലാം കർത്താവ് ഇത്രത്തോളം ധന്യമാക്കി. പ്രത്യേക അവിടുത്തെ വിലപ്പെട്ട ദാസന്മാരിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ആഴമേറിയ സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അത് ഈ വിവാഹിതരാകാൻ പോകുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കും കേൾക്കപ്പെട്ട ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. തുടർന്ന് കർത്താവേ, ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ വളരെ ധന്യമാകണമേ. അവിടുത്തെ വിലപ്പെട്ട ദാസനെ അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബലഹീനമായ തൻ്റെ കരം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഉപയോഗിക്കുമ്പോൾ അവിടുന്ന് തന്നെ ഇറങ്ങി വന്ന് ഈ പ്രിയ കുഞ്ഞുങ്ങളെ യോജിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് ഏവർക്കും ആമീൻ ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വവും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അൻപുള്ള പിതാവേ. പ്രിയപ്പെട്ട ടൈറ്റസിൻ്റെയും മീനുവിൻ്റെ വിവാഹം നടത്തി കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള വിവാഹ നിശ്ചയരേഖ അതാത് സഭകളിൽ വായിച്ചിട്ടുണ്ട്. അവർ വിവാഹം നടത്തി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പൊതുവായിട്ട് പാസ്റ്റർ സി ഏജാസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹം വിവാഹ നിശ്ചയരേഖ വായിച്ചു നിങ്ങളുടെ സമ്മതം വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെയും കൂടെ സമ്മതം വാങ്ങിക്കേണ്ട ആവശ്യമായിരിക്കുന്നതുകൊണ്ട് അവരോടും എനിക്ക് ആ കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ദയവായിട്ട് പ്രിയപ്പെട്ട ടൈറ്റസും പ്രിയപ്പെട്ട മീനു ദേവുൻബാഗ് നിങ്ങൾക്ക് 2 പേർക്കും എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്.
ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. സർവ്വത്തെ സൃഷ്ടിച്ച ദൈവത്തെയും സർവ്വത്തെ ന്യായം വിധിക്കുന്ന ക്രിസ്തുയേശുവിനെയും വിശുദ്ധ ദൂതന്മാരെയും വിശുദ്ധ സഭയും സാക്ഷിയാക്കി ഞാൻ ടൈറ്റസിനോട് ചോദിക്കുന്നു, ഇതിൻ്റെ സമീപം നിൽക്കുന്ന മീനു എന്ന യുവതിയെ വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചോ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലോ ന്യായമായ എന്തെങ്കിലും തടസ്സം നിനക്ക് പറയാനായിട്ടുണ്ടോ? തടസ്സങ്ങളില്ല. ഓക്കെ. സർവ്വത്തെ സൃഷ്ടിച്ച ദൈവത്തെയും സർവ്വത്തെ ന്യായവിധിക്കുന്ന ക്രിസ്തുയേശുവിനെയും വിശുദ്ധ ദൂതന്മാരെയും വിശുദ്ധ സഭയെ സാക്ഷിയാക്കി ഞാൻ മീനുവിനോട് ചോദിക്കുന്ന സഭയിൽ നിൽക്കുന്ന ടൈറ്റസ് എന്ന യുവാവിനെ വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചോ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലോ ന്യായമായ എന്തെങ്കിലും തടസ്സം പറയാനായിട്ടുണ്ടോ? ഞാൻ ടൈറ്റസിനോട് ചോദിക്കുന്നു, നിന്റെ സമയം നിൽക്കുന്ന മീനു എന്ന യുവതിയെ വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ നിന്റെ ഭാര്യയായി സ്വീകരിച്ച ഒരു ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും അവളെ സ്നേഹിച്ച് അവളെ പോറ്റിപ്പുലർത്തി ബഹുമാനിപ്പാനായിട്ട് നീ ദൈവമുമ്പാകെ തീരുമാനമെടുത്തിട്ടുണ്ടോ? നിന്റെ സമയം നിൽക്കുന്ന മീനൊന്ന യുവതിയെ വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് പൂർണ്ണമായ സമ്മതമാണോ? പൂർണ്ണമായും സമ്മതമാണ്. എന്നോട് ചോദിക്കുന്ന സമയം നിൽക്കുന്ന ടൈറ്റസ് എന്ന് പറയുന്ന യുവാവിനെ വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ നിന്റെ ഭർത്താവായി സ്വീകരിച്ചിട്ട് ഒരു ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും അവനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിച്ച് ഭയപ്പെടുവാനായിട്ട് നീ ദൈവമുമ്പാകെ തീരുമാനമെടുത്തിട്ടുണ്ടോ? നിന്റെ സമയം നിൽക്കുന്ന ടൈറ്റസ് എന്ന യുവാവിനെ വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് പൂർണ്ണമായ സമ്മതമാണ്. അവരുടെ സമ്മതം അറിയിച്ചിരിക്കുന്നതുകൊണ്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ഉഭയസമ്മതത്താൽ ഭാര്യാഭർത്താക്കന്മാരായി തീരുന്ന ഈ സമയത്ത് നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദേവദാസന്മാരെ എന്നിട്ട് നിന്നോട് സഹകരിക്കണം. ഗായസംഘം ഇന്നീ മംഗലം ശോഭിക്കുന്ന പാട്ട് ഇപ്പോൾ പാടാം. മംഗല്യം ശോഭിക്കുക കരുണ ചെയ്യുക എന്നും കനിയുള്ള ദൈവമേ. നിന്നടിക്കാനാവിൽ മാണേ പന്തൽ പണ്ടലങ്കരിച്ചു. നിന്നടിക്കാനാവിൽ മാണേ പന്തൽ പണ്ടലങ്കരിച്ചു. അന്നൂരസവിഞ്ഞുണ്ടാക്കി എന്നെ പോലെ നേരം വന്നു. അന്നൂരസവിഞ്ഞുണ്ടാക്കി എന്നെ പോലെ നേരം വന്നു. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഔമാരെ യോജിപ്പിച്ച യഹോവയായ ദൈവം ടൈറ്റസിനെയും മീനുവിനെയും യോജിപ്പിക്കുമാറാകും. ടൈറ്റസ് കുര്യാക്കോസ് ആകുന്ന ഞാൻ, മീനു ഐസക്കാകുന്ന നിന്നെ വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണത്താൽ ഒരു വേർപാടുണ്ടാകുന്നതുവരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നോട് മാത്രം ചേർന്നിരുന്ന ഒരു ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും എന്നെ സ്നേഹിച്ച് പോറ്റിപ്പുലർത്തി ബഹുമാനിച്ചു കൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നോട് ഞാൻ ഉറപ്പായി വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു. ഇതിന് സ്വർഗത്തിലെ ദൈവവും വിശുദ്ധ ദൂതന്മാരും വിശുദ്ധ സഭയും സാക്ഷിയാകുന്നു. ഐസക്കാകുന്ന ഞാൻ, ടൈറ്റസ് കുര്യാക്കോസ് ആകുന്ന അങ്ങയെ
വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. എന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. മരണത്താൽ ഒരു വേർപാടുണ്ടാകുന്നവരെ മരണത്താൽ ഒരു വേർപാടുണ്ടാവുന്നതുവരെ സുഖത്തിലും ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് ഒരു ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ഒരു ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും അങ്ങേ കീഴ്പ്പെട്ട് അങ്ങേ കീഴ്പ്പെട്ട് അനുസരിച്ച് ബഹുമാനിച്ച് ഭയപ്പെട്ടുകൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയോട് ഞാൻ ഉറപ്പായും വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു. ഇതിന് സ്വർഗത്തിലെ ദൈവവും വിശുദ്ധ ദൂതന്മാരും വിശുദ്ധ സഭയും സാക്ഷിയാവുന്നു. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളെ ആരാ യോജിപ്പിച്ചത്? ബാബാസാണോ? എനിക്ക് വല്ല പ്രയാസം ഉണ്ടായെങ്കിൽ ബാബുദേശ കുഴപ്പമുണ്ടാക്കി പറഞ്ഞേക്കരുത്. ആരാ യോജിപ്പിച്ചത്? സ്വർഗത്തിലെ ദൈവമാണ് യോജിപ്പിച്ചത്. നിങ്ങൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. മഹാത്മാരുടെ സമൂഹത്തോടു കൂടി നിങ്ങൾ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടതാണ്. ഈ വിവാഹം ദൈവത്തിൽ പ്രാർത്ഥിച്ച് ദൈവം എന്നെ യോജിപ്പിച്ചിരിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല? വേർപെടുത്താൻ പാടുള്ളതല്ല. വേർപാടെന്നുള്ള ദൈവത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നവനെയോ മാനവജാതിയുടെ പാപം വേറെ വ്യക്തി ക്രൂശിൽ യാഗമാക്കുന്ന മരിച്ചടക്കപ്പോൾ ഉയർത്തുന്ന യേശു ക്രിസ്തു പിതാവിൻ്റെ ഒരു ഭാഗം മതക്ഷണിക്കുന്നു. യേശു ക്രിസ്തു വീണ്ടും വരാൻ പോകുന്നു. ആ യേശുവിൻ്റെ ഒരുമിച്ച് ജീവിച്ച് അതെ സന്താന സൗഭാഗ്യമുള്ളവരായി ആരോഗ്യമുള്ളവരായി ഇവിടെ ജീവിപ്പാനായിട്ട് അതെ കർത്താവ് നിങ്ങളെ ഒരു നല്ല മിശ്രകുടുംബമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാട്ട് നിങ്ങൾക്ക് പാടാം. സ്വപുരാമി ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും സ്വപുരാമി ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും മനമേ സ്വർഗസ്ഥാനി ദമ്പതികൾക്കും ആശീർവാദം ഏകിടട്ടെ. സ്വർഗസ്ഥാനി ദമ്പതികൾക്കും ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാൻ ഭാഗ്യനാൻ ദൈവം സംയോജിപ്പിച്ച ഭാഗ്യനാൻ ഭാഗ്യനാൻ ദൈവം സംയോജിപ്പിച്ച ഭാഗ്യനാൻ ഭാഗ്യനാൻ ദൈവം സംയോജിപ്പിച്ച ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏകനോട് കർത്താവേ പിതാവേ, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കുന്ന വചനപ്രകാരം പ്രിയപ്പെട്ട മീനുവിനെ ടൈറ്റസിനായി കൊടുത്തുകൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഏകകളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന വചനപ്രകാരം കർത്താവേ, ഇവിടെ മീനുവിനെ കുടുംബത്തിൽ നിന്ന് വസിക്കുമാറാക്കിയ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഒരു ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടും ജീവിപ്പാനായിട്ട് ടൈറ്റസിന് നീ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു ഭാര്യയുടെ എല്ലാ കടപ്പാടും ജീവിപ്പാനുള്ള കൃപയും അനുഗ്രഹവും പ്രിയപ്പെട്ട മീനുവിനെ നീ സഹായിക്കണമേ കർത്താവേ. അവരുടെ കുടുംബജീവിതത്തെ നീ ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ജീവിതത്തിലേക്ക് ആഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ കർത്താവേ യേശു ക്രിസ്തു നായകനായി കൂട്ടിരുന്ന് അവരുടെ പടകിൽ
നീ കൂട്ടിരുന്നവരെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ആയുസാരോഗ്യം കൊടുക്കണമേ, സമ്പൽ സമൃദ്ധി കൊടുക്കണമേ, തലമുറയെ കൊണ്ട് സന്തോഷപ്പാൻ കൊടുക്കണമേ. അവർ ഏത് രാജ്യത്ത് പോയി പാർത്താലും അവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നല്ല സുശേഷരായി ജീവിപ്പാനായിട്ട് വേണ്ട ഒരു മിഷൻ കുടുംബമായിട്ട് അവർ തീർന്ന് നിന്റെ നാമത്തിന് ജീവിപ്പാനായിട്ട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവരുടെ മഹാക്കന്മാർക്ക് അവർ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരുടെ തലമുറയ്ക്ക് അവർ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. അവരുടെ വിശുദ്ധ സഭയ്ക്ക് അവർ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. അവർ പോകുന്ന രാജ്യത്തിന് അവരുടെ അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാവിധമായ നന്മകളും കൃപകളും അവർ മേൽ പറഞ്ഞ് സഹായിക്കണമേ. ക്രിസ്തുശാന്തി അപേക്ഷിക്കുന്നു. സുഖപിതാവേ, കരുണയോടെ കേൾക്കുമാറാകണമേ. പരസ്യപ്രഖ്യാപനം നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ടൈറ്റസ് കുര്യാക്കോസ് എന്ന യുവാവും മീനോ ഐസക് എന്ന് പറയുന്ന യുവതി വിവാഹ നിശ്ചയാവസ്ഥയിൽ പരസ്പരം വിവേസംബന്ധം ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ വസ്തു ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ദൈവം യോജിച്ച മനുഷ്യൻ വേർതിരിക്കരുത്. എല്ലാവരും ചേർന്ന് ആമേൻ പറയണം. ആമേൻ. ദൈവം യോജിച്ച മനുഷ്യൻ വേർതിരിക്കരുത്. ആമേൻ. ദൈവം യോജിച്ച മനുഷ്യൻ വേർതിരിക്കരുത്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുക. ഓക്കെ, താങ്ക് യു. വിശലയന 5-22 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോട് ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവയൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രയോ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. കൊലോസ്യ ലേഖനം 3-18 വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവരോട് കൈപ്പായിരിക്കുകയും അരുത്. 128 സങ്കീർത്തനം ആശംസയായിട്ട് ഇവിടെ വായിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈയിലൂടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന് നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. ആകാശം ഭൂമിയിൽ നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമിയിൽ നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകന്റെ മംഗളങ്ങൾ മേൽമേലാ. വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, പരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമിയിൽ നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമിയിൽ നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് നമുക്കെന്ന് പകൽക്കാലം
ഒരു മനപ്പെട്ട് അവരുടെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്നുപോലെ കാലം ഒരു മനസ്സോടെ വരും നാളുകളിൽ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുക, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ, ഇനി കുടുംബങ്ങൾക്ക് അവർ അനുഗ്രഹമായി തീരുവാൻ, അവരായിരിക്കുന്ന രാജ്യത്ത്, ജോലി സ്ഥലത്ത് എല്ലാവരും അനുഗ്രഹ വിഷയമായി തീരുവാൻ, എല്ലാത്തിലുപരിയായി ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ നമുക്കൊരു മനസ്സോടെ ദൈവകരങ്ങളിൽ സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം വിവാഹത്തിന്റെ വിശുദ്ധി അവസ്ഥയിൽ ഉഭയസമ്മതത്താൽ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ടൈറ്റസിനെയും മീനുവിനെയും മുറിഞ്ഞ കരത്തെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദം ഹവ്വമാരെ സംയോജിപ്പിച്ച് കുടുംബജീവിതത്തിന് ആരംഭം കുറിച്ചവനായ തേജോമയനായ ദൈവത്തിന്റെ അഭിഷേകത്താൽ പ്രിയ കുഞ്ഞുങ്ങളെ യോജിപ്പിച്ചതിനായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, മരുഭൂപ്രയാണത്തിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഭൂമിയിലെ നന്മകളും ശാരീരികമായ അനുഗ്രഹങ്ങളും കർത്താവരുടെ ജീവിതത്തിൽ വർഷിപ്പിക്കുമാറാകണമേ. സന്താന സൗഭാഗ്യ ആയുസ് ആരോഗ്യം നൽകി ഒരു മാതൃക കുടുംബമായി കർത്താവ് അവരെ കരങ്ങളിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം അബ്രഹാമിനോടുകൂടെ സാറിയെയും ഇസാക്കിനോടുകൂടെ റെബേക്കയെയും അക്കില്ലാസിനോടുകൂടെ പ്രിസ്കില്ലയെയും ബോവസിനോടുകൂടെ രൂത്തിനെയും അനുഗ്രഹിച്ചവനായ ഞങ്ങളുടെ ദൈവത്തിന്റെ അദൃശ്യമാർന്ന കരം പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് ഇതുപോലെ കലദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ ഇരു കുടുംബങ്ങൾക്ക്, സഭയ്ക്കും, ദൈവനാമത്തിനും. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. വീണ്ടും നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത സമയത്തിനാ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം ദൈവത്തിലായിരിക്കാൻ അനുഗ്രഹീതമായ രീതിയിൽ ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇവിടെ നടത്തപ്പെടുവാനിടയായി ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം കർത്താവ് ശക്തമായി ഉപയോഗിച്ചല്ലോ. അവരിലൂടെ ലഭിച്ച സന്ദേശങ്ങൾ എന്ന അനേകരുടെ ജീവിതത്തിൽ നിത്യതയ്ക്ക് ആത്മമണവാളിനെ മണവാട്ടിയായി തീരുവാൻ ചിലർക്കെങ്കിലും അത് മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായി അറിഞ്ഞ് നന്നായി ജീവിപ്പാൻ അവർ കൃപ നൽകണം. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ്റെ എല്ലാ അനുഗ്രഹാശീർവാദങ്ങളും ഈ പുതിയ കുടുംബത്തിന് മേൽ ദൈവം പകർന്ന് ദൈവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവത്താൽ തന്നെയും അനുഗ്രഹീതമായ ഒരു കുടുംബജീവൻ നയിച്ച് അനേകർക്കൊരു അനുഗ്രഹം ആശീർവാദമായി തീരുവാൻ സർവശക്തനായ ദൈവരെ സഹായിക്കണമെന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സർവ്വമാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. നടക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ വലിയ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും പകരണമേ. നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ച് മാനിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നേറാൻ കൃപ ചെയ്യും. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സർവ്വമാനവും മഹത്വം അർപ്പിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ പിതാവേ, അടിയങ്ങൾ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചേട്ടായുടെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് അവിടെ വരാൻ സാധിക്കാത്തതിലുള്ള ഒത്തിരി സങ്കടമുണ്ടെങ്കിലും ഇങ്ങനെയൊരു മാധ്യമത്തിലൂടെയാണ് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചു.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ കൊച്ചുമക്കളുടെ ആൺകുട്ടികളുടെ ആദ്യത്തെ ഒരു വിവാഹമാണിത്. അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവിടെ എല്ലാവരും കൂടെ ആയിരിക്കാൻ, പക്ഷേ സാധിച്ചില്ല. എങ്കിലും എനിക്ക് ചേട്ടയുടെ കല്യാണത്തോടനുബന്ധത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീയമായും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഒത്തിരി ഉപദേശങ്ങളെല്ലാം തന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രത്യേക അടുപ്പം എനിക്ക് ചേട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീയ കാഴ്ചപ്പാടിലെല്ലാം ഒത്തിരി കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാളാണ്. പിന്നെ പ്രത്യേകിച്ച് ചേട്ടായി ആയിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടായി ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് എത്തിപ്പെട്ടൊരു നിലവാരമാണ്. അത് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ആത്മീയമായി ഇനിയും എനിക്കറിയാം ചേട്ടായി ആക്ട് ഓഫ് ഫെയ്ത്ത് മിനിസ്ട്രീസിൻ്റെ പേരിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾ കുടുംബമായി ദൈവവേലയ്ക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും, എൻ്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും, പാസ്റ്റേഴ്സിനും വിശ്വാസികൾക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ചേട്ടായിക്കും ചേച്ചിക്കും കുടുംബജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാനഡയിൽ നിന്നുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ, എൻ്റെ റൂംമേറ്റ്സിൻ്റെ എല്ലാവരുടെയും ആശംസകൾ ഞാൻ അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. വിശ്വസ്തനായ ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷികൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പങ്കെടുക്കാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ഭക്ഷണക്രമീകരണങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭക്ഷണത്തെ കർത്താവ് ശുദ്ധീകരിച്ച് നൽകണമേ. സൂക്ഷികരങ്ങളെ ബലപ്പെടുത്തണമേ. പശു ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങനെ നാമഹ്യപ്പെടുവാൻ ഇടയാകണം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സഭയുടെ വെളി നടക്കും മഹിമയിൽ വാഴുന്ന മണവാളനായി മലിഞ്ഞമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടക്കും മഹിമയിൽ വാഴുന്ന മണവാളനായി മലിഞ്ഞമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്ന് കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. ഇനിയും കുറഞ്ഞൊന്ന് കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. മധ്യാകാശത്തിൻ്റെ
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന് സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിസ്തൃതനും ആയിരിക്കുക. നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാൻ. വിവാഹ ശുശ്രൂഷകളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചല്ലോ. അതുപോലെ കാലത്തിന്റെ പ്രിയ കുഞ്ഞുങ്ങളെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ തിരുവചനത്തിൽ വായിച്ചതുപോലെ ഈ ഭവനത്തിൽ വന്നിരിക്കുന്നതായ പ്രിയ പൈതൽ, പ്രിയ മകൾ ഈ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരിക്കാൻ, കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായിരിക്കാൻ, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, മാതാപിതാക്കൾക്ക് എല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി ടൈറ്റസ് മീനുവിന്റെ ഭവനത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മറ്റുള്ളവർക്ക് എല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇതിന്റെ പുറഞ്ഞകരത്തിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു, മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ കഴിഞ്ഞ നാളുകളായി പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുകയും ചെയ്തതായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം എന്നുപോലെ കാലവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷ നിർവഹിപ്പാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം. ദൈവം മുമ്പാകെ, സഭയുടെ മുമ്പാകെ, ദൂതന്മാരുടെ മുമ്പാകെ ഉഭയെ സമ്മതം ചെയ്ത് ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ കർത്താവിന് ഭാര്യയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സ്വർഗീയ കൃപകളും, ഒരു ഭർത്താവിന് വേണ്ടത് എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളുടെ മേൽ ആത്മീയ, ഭൗതിക, ശാരീരികമായ നന്മകൾ നൽകി കർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇരു കുടുംബങ്ങളെയും മറ്റുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരും അനുഗ്രഹിക്കണമേ, സഭകളെ അനുഗ്രഹിക്കണമേ. ഇതുപോലെ കാലം പിന്നെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിനോട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ച് വീണ്ടെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ചോദിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന്മേലും ഓരോയുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അതുപോലെ കാലുവാചുത്തിൽ വിളിച്ച കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിന്റെ ഉണ്ടായിരിക്കുമാറാകട്ടെ.